ഹായ്, നമ്മളിന്ന് ഒരു സാറ്റൈൻ റിബൺ കൊണ്ട് ഒരു ഹെയർ ക്ലിപ്പാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു സാറ്റൈൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റവും നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയൊന്ന് കൊടുത്തിട്ടുണ്ട്, നൂല് വിട്ടു പോകാതിരിക്കാനാട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂചി നൂലെടുക്കാം. നൂല് നമുക്കൊരു 2 മടക്കാക്കിയിട്ട് കോർത്തിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത്. അത് നൂല് വലിക്കുമ്പോൾ പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഒരു സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് സൂചി കുത്തി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ. അധികം വീതിയിൽ ചെയ്യണ്ട, ഇങ്ങനെ തുന്നി നമുക്ക് അറ്റം വരെ നമുക്ക് ഇത് തുന്നി കൊടുക്കാം. അങ്ങനെ നമ്മൾ അറ്റെത്താറായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇത് കണ്ടോ, മുകളിൽ നിന്ന് കുത്തിയാണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ എടുക്കണം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കുത്തിയത് മുകളിൽ നിന്ന് കുത്തി താഴോട്ട് എടുത്തു. ലാസ്റ്റ് നമ്മൾ മുകളിലോട്ട് നൂല് വലിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റം കണ്ടില്ലേ, താഴേക്ക് പോകും അറ്റം. അതാട്ടോ തുടങ്ങിയ അറ്റമില്ലേ, ആ അറ്റത്ത് നിന്ന് കുറച്ച് വലിക്കാം നമുക്ക്. പിന്നെ ഇങ്ങനെ ചുരുണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റാക്കി കൊടുക്കുക. അതായത് പല സ്ഥലങ്ങളിലേക്കായിട്ട് ചുരുണ്ട് പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്നും വലിച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഈ രണ്ടറ്റവും നല്ലോണം വലിച്ച് കൊടുക്കുക കേട്ടോ. വലിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഏറ്റവും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് നല്ലോണം വലിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കെട്ടിടാം കേട്ടോ. നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിടാം. ഇനി നമുക്ക് ഈ നൂലിനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നൂലിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഫ്ലവറിൻ്റെ പോലെ ആയിട്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ബീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒട്ടിക്കാം. അപ്പം നമുക്ക് ഗ്ലൂ തേച്ച് കൊടുത്ത് എന്ത് ചെയ്യാം, കല്ല് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഉറപ്പിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കൊരു ഫ്ലവർ കിട്ടി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.